ഈ പെർഫോമൻസിൻ്റെ ഒരുപാട് തലങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞ് ആടുകയാണ്. സിനിമയായി, സംവിധാനമായി, സ്റ്റേജ് ഷോസ് ആണ്, മറ്റു കാര്യങ്ങൾ. പാട്ട് പാടുന്നതും കൂടി ഇപ്പം ഇത് പ്രതാപ് പറഞ്ഞു വെച്ചുകൂടി ഡാൻസ് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ആരോ പറഞ്ഞ പോലെ അങ്ങ് നിറഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ ഇനി നമ്മുടെ മുമ്പിലേക്കുള്ള ഒരു ടാർഗറ്റ് ഉണ്ടാവില്ലേ, എന്താണ് ഇനി നമ്മൾ അങ്ങനെ ആകേണ്ടത്? അത് അങ്ങനെ വല്ലതും ഉണ്ടോ, അതോ ഇല്ലയോ? വരുന്നിടത്ത് വെച്ച് കാണാം. വരുന്നിടത്ത് വെച്ച് അതാണ്. ഞാനൊരു പേപ്പർ എടുത്തിട്ട് നടുക്കൊരു വരയിട്ടിട്ട് ലാഭമൊന്നും നഷ്ടമൊന്നും എഴുതിയാൽ എനിക്ക് നഷ്ടത്തിന്റെ കുളത്തിൽ എഴുതാൻ ഒന്നുമില്ല. എനിക്ക് കിട്ടിയിടത്തോളം ലാഭമാണ്. ഇപ്പൊ നമ്മൾ ഇപ്പോഴിരിക്കുന്ന ഈ അവസ്ഥ വരെയും എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയമാണ്. ഉറപ്പല്ലേ. അതിനിടയ്ക്ക് രഞ്ജനി ചോദിച്ചു എന്തൊക്കെയോ ഇങ്ങനെ പൈസയുടെ കണക്കൊക്കെ ചോദിക്കുന്നു. ആ പൈസ ആണെങ്കിലും എന്റെ ഡിഗ്രി വിദ്യാഭ്യാസം വെച്ച് വേറെ ഏത് ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാളും പൈസ, പണവും പ്രശസ്തിയും എല്ലാ ജോലിക്കും തരുന്നവനാണ് ശമ്പളം തീരുമാനിക്കുന്നത്. എല്ലാ ജോലിക്കും തരുന്നവനാണ് പൈസ തീരുമാനിക്കുന്നത്. കലയിൽ മാത്രം മേടിക്കുന്നവനാണ് തീരുമാനിക്കുന്നത്. ബാക്കി എല്ലായിടത്തും മറ്റൊരു തീരുമാനിക്കാൻ പറ്റും. കലയിൽ ഇത്രയാന്ന് പറയുന്നത് ഒരു പിന്നെ ഇതിലായതുകൊണ്ട് എത്രയോ രാജ്യങ്ങൾ വേറെ ആൾക്കാരല്ലേ നമ്മളെ ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോകുന്നതും പോവാൻ പറ്റും. എത്രയോ ലാളിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. എത്രയോ രാജ്യങ്ങളിൽ പോകാൻ പറ്റുന്നു, എത്രയോ തവണ പോകാൻ പറ്റുന്നു, അതൊക്കെ കാണാൻ പറ്റുന്നു. ഇതൊക്കെ അവരുടെ പൈസക്കാണ്, നമ്മുടെ പൈസ അല്ലല്ലോ. അവരെന്നിട്ട് പരിപാടിയും ഇങ്ങോട്ട് പൈസ തന്ന് നമ്മളെ കൊണ്ടുപോകുന്ന അതൊക്കെ ഈ ഇതിൽ വന്നുകൊണ്ട് മാത്രമുള്ള ഭാഗ്യമാണ്. അപ്പൊ നമ്മള് വിദൂരമായിട്ട് നാളേക്ക് ഒരുപാട് പ്ലാനൊന്നുമില്ല. ഈ കിട്ടിയത് തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് തന്നെ വളരെ ഹാപ്പിയാണ്. ഇനി നമ്മൾ പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഭാഗ്യം അതിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട്